ഹായ് ഹലോ. ഇന്നലത്തെ ക്രാഫ്റ്റ് കണ്ടവർക്കറിയാം, നമ്മൾ ഇന്നലെ ഒരു ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പീസ് പേപ്പർ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പേപ്പറിലാണ് ഇന്നത്തെ ഒരു കുട്ടി ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ്. അപ്പോൾ റഫായിട്ട് ഇതുപോലൊരു സ്കൂളിൻ്റെ പിക്ചർ ഞാൻ അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. സ്കൂളിൻ്റെ പിക്ചറായിട്ടാണോ ഒരു വീടായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കിതുപോലെ സൂചി വെച്ചിട്ട് കുറച്ച് കുത്തുകൾ ഇട്ട് കൊടുക്കാനുണ്ട്. മറ്റൊന്നിനല്ല കേട്ടോ, ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ എംബ്രോയ്ഡറി ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ടാട്ടോ. അപ്പോൾ റെഡും യെല്ലോയും യൂസ് ചെയ്തിട്ടാണ് ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ എത്രയും പെട്ടെന്നൊരു എംബ്രോയ്ഡറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമായിരിക്കും വീട്ടമ്മമാരൊക്കെ ഫ്രീ ആവുക. അപ്പോൾ സ്കൂളൊക്കെ തുറന്നതിന് ശേഷമായിരിക്കും കേട്ടോ നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സും സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ 3 ഫ്രഞ്ച് നോട്ട് വീതമാണ് ഞാൻ കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ ഇതുപോലെ 3 പ്രാവശ്യം വേണമെങ്കിൽ ഇതുപോലെ ചുറ്റിയിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. അതല്ലെങ്കിൽ 5ഓ 6ഓ പ്രാവശ്യമൊക്കെ ചെയ്യാം കേട്ടോ. എത്രത്തോളം പ്രാവശ്യം കൂടുതൽ ചെയ്യുന്നോ അത്രയും ഒരു തിക്നെസ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് നോട്ടിന്. അപ്പോൾ ഞാൻ ഇതിൽ 3 ഇഴകൾ മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 6 ഇഴകളും ഫുള്ളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 പ്രാവശ്യം ചുറ്റിയാലും മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളമുള്ള സൈസിലുള്ള നോട്ടുകളാണ് വേണ്ടത് അതിനനുസരിച്ച് ചുറ്റി കൊടുക്കുക. അതിനനുസരിച്ച് ഇഴകളും കൂടുതലെടുക്കാം. ഇനി ഇതുപോലെ സിമ്പിളായിട്ട് ബാക്ക് സൈഡിൽ കെട്ടിട്ട് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 സൈഡിലും കോർണർ ടു കോർണർ യെല്ലോ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടും ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല കേട്ടോ. ഒരു 3 മിനിറ്റിൻ്റെ കുഞ്ഞു ഷോർട്സ് അല്ലേ, അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇനി ബ്ലാക്ക് കളർ സ്കെച്ച് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കൂളിന് മൊത്തമായിട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുക. ജസ്റ്റ് സ്കൂളൊന്നും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു പേപ്പറിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സ്കൂൾ എന്നുള്ളത് എംബ്രോയ്ഡറി വർക്കിലൂടെ ചെയ്ത് കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ കുഞ്ഞു പേപ്പറല്ലേ, ഇതൊക്കെ തന്നെ ധാരാളം. ഇനി നമുക്ക് ഗ്രീൻ കളർ സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ലീവ്സ് റഫായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് പെൻ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് പെന്നാണ് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ സ്കെച്ചിൻ്റെ മുകളിൽ ബ്ലൂ പെൻ വെച്ച് എഴുതിയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ബ്ലാക്ക് പെന്നായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഔട്ട്ലൈൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ലീവ്സിന് കുറച്ച് നീളം കൂടി പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്